ഇന്നത്തെ അറിയിപ്പുകൾ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന അവസരം നാളെയോടെ അവസാനിക്കും. ഇപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ഫെബ്രുവരി 21-ന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ പട്ടികയിൽ ഉൾപ്പെടാൻ കഴിയും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ECI.government.in വഴിയോ കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായ ce.kerala.government.in വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം. ബൂത്ത് ലെവൽ ഓഫീസർമാരെ നേരിട്ട് അപേക്ഷ നൽകാൻ സൗകര്യമുണ്ട്. സാധാരണ വോട്ടർമാർക്ക് ഫോം 6ഉം പ്രവാസി വോട്ടർമാർക്ക് ഫോം A6ഉം ഉപയോഗിക്കണം. ഇപ്പോൾ അപേക്ഷിക്കുന്നവർക്ക് ഫെബ്രുവരി 21-ന് പുറത്തിറങ്ങുന്ന SIR അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാനുള്ള അവസരം ലഭിക്കും. ഇതിനുശേഷവും പേര് ചേർക്കാൻ അപേക്ഷ നൽകാമെങ്കിലും അവരെ സപ്ലിമെന്ററി വോട്ടർ പട്ടികയിലാണ് ഉൾപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ ബസ്സുകളിലെ സംവരണ സീറ്റുകൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയ്ക്ക് കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും അവകാശപ്പെട്ട സീറ്റുകൾ ഉറപ്പാക്കാൻ ഷാഡോ പരിശോധനകൾ ശക്തമാക്കുന്നു. സ്വകാര്യ ബസ്സുകളിൽ സംവരണ സീറ്റുകൾ ദുരുപയോഗം ചെയ്യുന്ന യാത്രക്കാർ ഇനി കുടുങ്ങും. സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി മാറ്റിവെച്ച സീറ്റുകൾ വിട്ടു നൽകാതെ ഇരിക്കുന്നവരെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സാധാരണ യാത്രക്കാരായും കണ്ടക്ടർ വേഷത്തിലും ബസ്സുകളിൽ കയറി പരിശോധന നടത്തും. സീറ്റ് വിട്ടു നൽകാത്ത യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിനൊപ്പം ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുപ്പിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ യാത്രക്കാരെ എഴുന്നേൽപ്പിക്കാൻ തയ്യാറാകാത്ത കണ്ടക്ടർമാരെയും പിഴ ചുമത്തും. കഴിഞ്ഞയാഴ്ച മുതിർന്ന പൗരന്മാർക്കായി സംവരണം ചെയ്ത സീറ്റിൽ ഇരുന്ന യുവാവിനെ എഴുന്നേൽപ്പിക്കാൻ മടിച്ച കണ്ടക്ടർക്ക് 500 രൂപ പിഴ ചുമത്തിയിരുന്നു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എറണാകുളം RTO KR സുരേഷ് നേതൃത്വത്തിൽ പരിശോധനകൾ കർശനമാക്കുന്നത്. അതേസമയം സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സ്വകാര്യ ബസ് കണ്ടക്ടർമാർക്ക് നെയിം പ്ലേറ്റ് നിർബന്ധമാക്കി. കാക്കി ഷർട്ടിന്റെ ഇടതു പോക്കറ്റിന് മുകളിലായി പേര് വ്യക്തമായി പ്രദർശിപ്പിക്കണം. ജീവനക്കാർ മാറി മാറി വരുന്നതിനാൽ പരാതികൾ നൽകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ നടപടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.